ഒറ്റയടിക്ക് എല്ലാം നഷ്ടപ്പെട്ട് തെരുവിലായപ്പോ എല്ലാവരെയും ചേർത്ത് പിടിച്ച് ഒരുമിച്ച് നിർത്തി ഇവിടം വരെ എത്തിക്കാൻ അമ്മ അനുഭവിച്ച കഷ്ടപ്പാടിന് എന്താ അമ്മയെ പകരം തന്നാ മതിയാവുക? അമ്മയാണ് ഞങ്ങൾക്കെല്ലാം. നീ തോറ്റു നിൽക്കുന്ന ഈ നിമിഷം കാണാനാ ഞാനിപ്പോ ഇങ്ങോട്ട് നേരിട്ട് വന്നത്. എനിക്ക് സന്തോഷമായി. പാവം വക്കീല്, അയാളല്ലടി നിന്നെ ഈ കേസ് തോൽപ്പിച്ചത്, ഞാനാ. ഈ തിരിച്ചടിയുടെ കൂടെ അടുത്ത അടികൂടി നിനക്ക് ഞാൻ തരാൻ പോവാ. നിന്നെക്കൊണ്ട് ഞാൻ എടുപ്പിക്കാൻ പോകുന്ന കനൽക്കാവടി എന്താണെന്ന് നീ കണ്ടോ? അമ്മേ, അമ്മേ, കരയല്ല ഇപ്പൊ വേണ്ടത്. അവന്തികയോടുള്ള പ്രതികാരം ഊതി കത്തിക്ക ഇപ്പൊ വേണ്ടത്. അനിരുദ്ധേട്ടനോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതാ അവള് ചതിക്കൂന്ന്. പക്ഷെ കേട്ടില്ല. നേരിട്ട് ഏറ്റുമുട്ടി അവരോട് പ്രതികാരം ചെയ്യാനോ അവരെ തോൽപ്പിക്കാനൊന്നും നമുക്കാവില്ല അമ്മേ. ആ സാറും മേഡവും പറഞ്ഞ വഴി തന്നെയായിരിക്കും നല്ലത്. അതിന് നമ്മളെ അവരവിടെ കയറ്റുമോ? എങ്ങനെയെങ്കിലും കയറി കൂടണം. ഇല്ലമ്മേ, അത് നടക്കുമെന്ന് തോന്നുന്നില്ല. കാരണം അവരൊരിക്കലും നമ്മളെ വിശ്വസിക്കില്ല. നമ്മൾ ഏത് വേഷം കെട്ടി ചെന്നാലും അച്ഛനെ കൊന്നതിന്റെ പ്രതികാരം ചെയ്യാനാണെന്നേ അവര് കരുതൂ. വേറെ എന്തെങ്കിലും വഴി ആലോചിക്കുന്നതാ നല്ലത്. നമ്മൾ വേറെ എന്ത് വഴി ആലോചിച്ചാലും ആ വീടിന് പുറത്തു നിന്ന് മാത്രമേ അവളെ എതിർക്കാൻ പറ്റൂ. എന്നാ ഇവിടെ ആ ബുദ്ധിയല്ല വേണ്ടത്. മോളെ, പണം കൊണ്ടും സ്വാധീനം കൊണ്ടും നമ്മളെക്കാൾ ശക്തിയുള്ള ശത്രുവിനെ തോൽപ്പിക്കാനുള്ള മാർഗം നേരെ മുന്നിൽ ചെന്ന് വെല്ലുവിളിക്കല്ല, സ്നേഹം നടിച്ച് ഒപ്പം കൂടണം. കാല് പിടിച്ച് ആ വീടിനകത്ത് കയറണം. അവളുടെ വിശ്വാസം നേടണം. എന്നിട്ട് സമയമാവുമ്പോ അവളെ അങ്ങ് തീർക്കണം. അപ്പോ ഈ തെളിവുമായി നമ്മളെ തേടി വന്നവരെ നമുക്ക് വിശ്വസിക്കാല്ലേ? വിശ്വസിക്കാം. അവരുടെയും ലക്ഷ്യം അവന്തികയുടെ നാശമാണ്. ഇല്ലെങ്കിൽ ഈ തെളിവുകളുമായി നമ്മളെ തേടി വരേണ്ട കാര്യമില്ല. ശത്രുവിന്റെ ശത്രു മിത്രമാണ്. ഇവിടെ അവര് നമ്മുടെ മിത്രങ്ങൾ തന്നെയാ. ഇനി അവന്തികയുടെ സർവനാശ ആ ലക്ഷ്യം മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. സേതുവേട്ട, നമ്മൾ ജയിച്ചു. സേതുവേട്ടനെ പറ്റിച്ച് അവന്തിക കൊണ്ടുപോയതെല്ലാം നമ്മുടെ സച്ചിമാൻ തിരിച്ചു പിടിച്ച്. എല്ലാ ദുരിതങ്ങളും ഇതോടെ അവസാനിച്ചു. ഇതൊന്നും കാണാൻ സേതുവേട്ടനും മാഷും ഇല്ലാതായിപ്പോയല്ലോ. എന്താ ഇത്? എന്തിനാ സങ്കടപ്പെടുന്നേ? ഇപ്പോ സന്തോഷിക്കല്ലേ വേണ്ടത്. അവർ രണ്ടുപേരും ഇപ്പൊ സ്വർഗത്തിരുന്ന് ഇതെല്ലാം എപ്പോഴേ അറിഞ്ഞു കാണും. ഇത്രയും കാലം നിങ്ങളെല്ലാരും അനുഭവിച്ച സങ്കടം, അതൊക്കെ ഒരു ദിവസം പെട്ടെന്ന് മറക്കാൻ പറ്റുമോ മക്കളെ? അപ്പൊ ആന്റി അനുഭവിച്ചതോ? ഒറ്റയടിക്ക് എല്ലാം നഷ്ടപ്പെട്ട് തെരുവിലായപ്പോ എല്ലാവരെയും ചേർത്ത് പിടിച്ച് ഒരുമിച്ച് നിർത്തി ഇവിടം വരെ എത്തിക്കാൻ അമ്മ അനുഭവിച്ച കഷ്ടപ്പാടിന്
എന്താ അമ്മയെ പകരം തന്നാ മതിയാവാ? അമ്മയാണ് ഞങ്ങൾക്കെല്ലാം. അമ്മ ഇനി ഞങ്ങൾ പൊന്നുപോലെ നോക്കും. അന്ന് ഇനി നീ ഒരിടത്തും ജോലിക്ക് പോണ്ട. നിങ്ങളൊക്കെ ഇനി രാജകുമാരിമാരാ. എല്ലാം ഇനി നിങ്ങൾക്കുള്ളതാ. ഗൗരിമോളെ, ദാ മോക്കൊരു ചോക്ലേറ്റ്. എന്തിനാ ഇപ്പൊ ചോക്ലേറ്റ്? എന്തെങ്കിലും ഹാപ്പിനെസ് ഉണ്ടോ? ഹാപ്പിനെസ് ഉള്ളപ്പോ മാത്രാണോ അമ്മ മോൾക്ക് ചോക്ലേറ്റ് തരുന്നേ? പക്ഷേ ഇന്ന് അമ്മയുടെ മുഖത്ത് നല്ല സന്തോഷമുണ്ട്. എന്നാര് പറഞ്ഞു? അതെന്റെ മോക്ക് ചുമ്മാ തോന്നുന്നത്. അല്ല, അമ്മയ്ക്ക് എന്തോ ഹാപ്പിനെസ് ഉണ്ട്, അതെനിക്കറിയാം. ആഹാ, രണ്ടുപേരും കൂടി എന്താ ഇവിടെ? എന്തു പറ്റി? താൻ നല്ല ഹാപ്പി മൂഡിലാണല്ലോ. ഹേയ്, ഞാൻ ചുമ്മാ മോളുടെ കൂടെ വർത്താനം പറഞ്ഞ് നിൽക്കായിരുന്നു. ആഹാ, എന്നാ തനിക്ക് ശരിക്കും സന്തോഷം ഉണ്ടാവുന്ന ഒരു കാര്യം പറയാനാ ഞാൻ വന്നേ. എനിക്ക് സന്തോഷാവുന്നതോ? അതെന്ത് വാർത്തയാ? എനിക്കത് കേട്ടപ്പോ വളരെ സന്തോഷം തോന്നി. അതുകൊണ്ട് തന്നോടും കൂടി പറയാമെന്ന് വിചാരിച്ചു. എന്താ കാര്യം? എടോ, താൻ ആഗ്രഹിച്ച പോലെ ആ സച്ചിയുടെ കുടുംബത്തിന് നീതി കിട്ടി. കോടതി അവർക്ക് അനുകൂലമായിട്ട് വിധി പ്രഖ്യാപിച്ചു. അത് ഗൂഗിളിന്റെ റിപ്പോർട്ട് കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞതല്ലേ. യഥാർത്ഥത്തിൽ ഗൂഗിളിന്റെ റിപ്പോർട്ടാ അവരെ ജയിപ്പിച്ചത്. ഹേയ്, അല്ല, അപ്പൊ തനിക്കിത് കേട്ടപ്പം ശരിക്കും സന്തോഷമൊന്നുമില്ല? ഗൂഗിൾ ഇതുപോലെ എത്രയോ കേസുകളിൽ ഇടപെടുന്നു. ചില കേസുകളെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കാറുമുണ്ട്. അതുപോലൊരു കേസ് തന്നെയല്ലേ ഇതും? ഗൗരിമോളുടെ ഫ്രണ്ട്സിന്റെ വീട്ടുകാരല്ലേ, അതുകൊണ്ട് ഞാൻ വിചാരിച്ചു തനിക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവുമെന്ന്. കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോ അവര് ജയിക്കണം എന്നൊരാഗ്രഹം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാ കഴിഞ്ഞ ദിവസം ഗൂഗിളിനോട് ഞാൻ അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചതും. പിന്നെ ഗൂഗിൾ പറഞ്ഞ പോലെ നമ്മുടെ ഗൗരിമോളുടെ ബെസ്റ്റ് ഫ്രണ്ട്സിന്റെ കുടുംബത്തിന്റെ കാര്യമല്ലേ, ആ സന്തോഷം എനിക്കുണ്ട്. അത്രേ ഉള്ളൂ. എങ്കിൽ ഞാൻ ഫ്രഷ് ആയിട്ട് വരാം.